പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥ രോഗികൾ, പീഡിതരെ, മാനസിക സംഘർഷം അനുഭവിക്കുന്നവരെ, ഡിപ്രഷൻ അനുഭവിക്കുന്നവരെ, മരുന്ന് കഴിച്ചിട്ട് ഉറക്കം മൂടുകയും ശരീരം തൂക്കം വെക്കുകയും ചെയ്യുന്നതല്ലാതെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലാതെ ഡിപ്രഷൻ കൊണ്ട് വേദനിച്ച് ജീവിക്കുന്ന ആൾക്കാരെ കർത്താവേ, നീ അവരെ തൊടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓട്ടിസം കുഞ്ഞുങ്ങളെ, ഹൈപ്പർ ആക്ടിവിറ്റി കുഞ്ഞുങ്ങൾ, അവരുടെ മാതാപിതാക്കന്മാരെ മനസ്സ് കെട്ടുപോയവരെ, തകർച്ച സങ്കടം കൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റാത്തവർ, ജീവിക്കാൻ വേണ്ടി ജീവിതത്തോട് മൽപ്പിടുത്തം നടത്തുന്നവർ, മരുന്ന് കഴിച്ചിട്ടും രോഗം സുഖമാക്കാതെയും രോഗം പൊറുക്കാതെയും ഇരിക്കുന്നവർ, എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ നിനക്ക് ദൈവസന്ധിപ്പും സൗഖ്യം ലഭിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവ്വേശ്വരാ എന്നേക്കും ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. നമ്മൾ പുനരുദ്ധാന ദിനങ്ങളിലൂടെ ആണ് കടന്നു പോകുന്നത്. പുനരുദ്ധാനത്തിന്റെ സന്ദേശത്തെക്കുറിച്ച്, അതിൻ്റെ പ്രായോഗിക പരതയെക്കുറിച്ചും അതിൻ്റെ പ്രേക്ഷിത സാങ്കേതികതയെക്കുറിച്ചും നമുക്ക് വളരെ ലളിതമായ ധാരണ വേണം. അങ്ങനെ വന്ന് നമ്മുടെ ആധ്യാത്മിക വളർച്ചയ്ക്ക് അത് ഉപകരിക്കും. ഞാൻ എന്താ പറയണമെന്നറിയോ? ഈ മർക്കോസിൻ്റെ സുവിശേഷത്തിലെ മനോഹരമായൊരു പ്രതിപാദ്യമുണ്ട്. അത് ഉദാഹരണത്തിന്, ഈ മർക്കോസിൻ്റെ സുവിശേഷത്തിലെ കർത്താവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ആ ദിവസം മേരി മഗ്ദലിനാണ് കർത്താവിൻ്റെ കല്ലറയിലേക്ക് വരുന്നത്. അപ്പോൾ അവിടെ ശൂന്യമായ കല്ലറ കണ്ടു. അവിടെ ഒരു സ്വർഗീയ ദൂതൻ അവളോട് പറഞ്ഞു, കർത്താവ് ഇവിടെ ഇല്ല, കർത്താവ് അള്ളിച്ചത് പോയി ഉയർത്തെന്നിട്ടെന്ന് പറഞ്ഞു. അവിടെ ആ വിവരം അറിയിക്കാൻ തിരിഞ്ഞടക്കുമ്പോൾ ഈശോയുടെ മുഖത്തേക്കാണ് അവിടെ തിരിയണത്. അപ്പോൾ ഈശോ പറയും, നീ ചെന്ന് എന്നെ കണ്ട കാര്യം നമ്മുടെ സഹോദരങ്ങളോട് പറയാൻ പറയും. അത് മർക്കോസിന്റെ സുവിശേഷം 16:10 അവൾ ചെന്ന് അവനോട് കൂടെ ഉണ്ടായിരുന്നവരെ വിവരമറിയിച്ചു. ഓക്കെ അല്ലേ? അത് അപ്പോൾ ആ മെസ്സേജ് പാസ് ചെയ്ത് ഇനി അതിനടുത്ത ദിവസം 2 ശിഷ്യന്മാർ, മിക്കവാറും ക്ലയഫസാണ്, അവർ തിരിച്ച് ബ്രഹ്മാവസ്ഥയിലേക്ക് പോകുന്ന വഴിക്ക് കർത്താവ് വേറൊരു രൂപത്തിൽ അവർക്ക് പ്രത്യക്ഷപ്പെടും.
അവൻ എന്താണ് ചെയ്തതെന്ന് നോക്കിക്കേ. കർത്താവ് പ്രത്യക്ഷപ്പെട്ട ആ ആൾക്കാർ എന്താണ് ചെയ്തതെന്നാണ്, അടുത്ത നടപടി എന്താണെന്നാണ് പറയണത്. അവരെന്താ ചെയ്തത്? 16:13 വായിച്ചേ. അവർ പോയി ആ 2 ശിഷ്യന്മാർ പോയി ബാക്കിയുള്ളവരെ വിവരം അറിയിച്ചു. അവരെയും അവർ വിശ്വസിച്ചില്ല. പറഞ്ഞു വിശ്വസിച്ചില്ല. പക്ഷെ ഇനി വേറെ രസം വെച്ചാൽ അവസാനം ഇവരെല്ലാവരും കൂടി ഒരുമിച്ചിരിക്കുമ്പോൾ വീണ്ടും ഈശോ 11 പേർക്കുമായിട്ട് പ്രത്യക്ഷപ്പെടും. അപ്പോൾ ആ 11 പേരോട് ഈശോ നിർദ്ദേശിക്കണത് എന്താ? അതെല്ലാം സെയിം ആണെന്ന് പറയുകയാണ് ഞാൻ. 16:15 വയസ്സ് ഈശോ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. അപ്പൊ പുനരുത്ഥാനത്തിന്റെ സന്ദേശം മേരി മാഗ്ദലിനോടായാലും എമ്മാവൂസിലെ ശിഷ്യന്മാരോടായാലും 11 ശിഷ്യന്മാരോടായാലും യേശുവിന് ഒരു സന്ദേശമേ ഉള്ളൂ. എന്താണ്? ഈ മെസ്സേജ് പാസ് ചെയ്യണം. അതാണ് ഈ മെസ്സേജ്, ഈ സന്ദേശം കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അതായത് ഈ കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് പറഞ്ഞാൽ 2-3 അർത്ഥങ്ങൾ ഇനി വരാൻ പോണേ മെസ്സേജ് പാസ് ചെയ്യുമ്പോൾ. എന്താണ്? ഇനി എന്തെല്ലാം തരം കഷ്ടങ്ങളുണ്ടായാലും അതെല്ലാം നമ്മൾ സഹിക്കേണ്ടി വന്നാലും അതിനെ നമ്മൾ അതിജീവിക്കും എന്നുള്ള ആവേശോജ്വലമായ സന്ദേശമാണ് പുനരുത്ഥാന സഹനത്തിൽ നിന്ന്. അതാണ് അവരോട് പറയണത്. മിശിഹ ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് കരയേറേണ്ടത് ആവശ്യമായിരുന്നില്ലേ? ലൂക്കാസ് സുവിശേഷം 24:26. ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ? അതായത് ഈ മഹത്വത്തിലേക്കാണ് ഇത് കഴിച്ചുകൊണ്ട് നിൽക്കണത്. പക്ഷെ മഹത്വത്തിൻ്റെ സമയത്ത് നമ്മൾ ഈ സഹനം മറന്നുപോകും. അതാണ് എൻ്റെ സത്യാവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ കൺഫ്രണ്ട് ചെയ്യണതാണ്. പുനരുത്ഥാനത്തെ അഭിമുഖീകരിക്കുന്ന ഓരോരുത്തരും, ആ പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുന്ന ഓരോരുത്തരും അവരുടെ പ്രഥമ ജോലി എന്താണ്? അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, മറ്റുള്ളവരോട് അറിയിക്കുകയാണ്. എന്നാൽ മാത്രമേ ഒരു ക്രിസ്ത്യനായിട്ട് ദൈവം അംഗീകരിക്കത്തുള്ളൂ. ഞാൻ പലപ്പോഴും ഓർക്കുന്ന മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഗതികേട്, ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ പരാജയം എന്താണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, വിശ്വാസം കൈമാറ്റം ചെയ്യാത്തതാണ്. നമ്മൾ 10-40 കൊല്ലമായി 20 കൊല്ലമായി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വിശ്വാസം മറ്റുള്ളവർക്ക് കൈമാറുന്നില്ലല്ല. നമുക്ക് പേടിയാണ്, അല്ലെങ്കിൽ കുറച്ചിലാണ്, അങ്ങനെ അതുകൊണ്ട് പല കാര്യങ്ങളുണ്ട് കർത്താവിന് നമ്മൾ ഒഴിവാക്കുന്നുണ്ട്. കർത്താവ് ഒഴിവാക്കണം സ്ഥാനത്തിന്. അപ്പം അങ്ങനെ വരരുത്. നിങ്ങൾക്ക് ആവേശോജ്വലമായി പറയാൻ കഴിയണം, കർത്താവിനെ ഞാൻ കൈമാറിയിട്ടുണ്ടെന്ന്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ.
ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ തെളിഞ്ഞു മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്തി. നിന്നുപോകും, താഴത്തേക്ക് വരില്ല. താഴത്തേക്ക് വരാത്ത കാരണം ഞാൻ പറയണത് ശ്രദ്ധിച്ചോ. താഴത്തേക്ക് വരാത്ത ഹൃദയത്തിലേക്ക് ഇല്ലെങ്കിൽ നേരടി ഹൃദയത്തേക്ക് വന്നാൽ മതി, പ്രശ്നം തീർന്ന്. ഒരു വാഗ്ദാനത്തെ ഇങ്ങനെ വിശ്വസിക്കുക, ബൈബിളെടുത്ത് വായിക്കുക, ദൈവത്തോട് പറയുക, ദൈവമേ നീ വാഗ്ദാനം തന്നിട്ടുണ്ട്, അത് അല്ലേ ഞാൻ വിശ്വസിക്കുന്നു എന്ന് നമ്മളെ മനസ്സിൽ തോന്നും. ഞാൻ വിശ്വാസമൊക്കെ ഉണ്ട്, ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്നൊക്കെ വിശ്വസിക്കും. ഒരു 5 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ആ വിശ്വാസം പോയി, അല്ല ഒരു മണിക്കൂർ കഴിഞ്ഞാൽ പോയി. പിന്നെ ഈ സങ്കടം വന്ന് കരച്ചിലായി ബഹളമായി. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പലവരിക്കും സംഭവിക്കുന്ന ഒരു വിഷയം വരുമ്പോൾ നമ്മൾ പോയി ഒരു കുർബാന കൂടി നമ്മൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ പുറത്ത് വന്ന വിഷമം ഉണ്ടാക്കാൻ പാടില്ല. ആ വിഷയത്തെക്കുറിച്ച് വിഷമം പാടില്ല. എൻ്റെ ജോലി ആയിക്കോട്ടെ, എനിക്കൊരു ജോലിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്ന, അപ്പോൾ നമ്മൾ പോയി പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ അന്നത്തെ പോസ്റ്റ് നോക്കി ജോലി വന്നില്ല, മെയിൽ നോക്കി ജോലിയില്ല, അപ്പോൾ പോയി. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത് വിഷമം എന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ബുദ്ധിയിലായിരുന്നു വിശ്വാസം, അത് ഹൃദയത്തേക്ക് എത്തിയില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഹൃദയത്തേക്ക് കൊണ്ടുവരാത്ത കാര്യം പിശാച് ഇവിടെ എന്താണെന്ന് വെച്ചാൽ കുറേ മുറിവുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിശാച് ചെയ്യുന്ന ഒറ്റ പരിപാടി നിങ്ങളുടെ ഹൃദയത്തിൽ മുറിവുകളെ തരും. അത് പല മുറിവുകളായിരിക്കും. ഹല്ലേലൂയ. ആ മുറിവ് കടന്നു വരണം, മുറിവ് മാറ്റണം. മുറിവ് എന്താണ്? ആരെങ്കിലും നിങ്ങളെ വിഷമം പറഞ്ഞത്, ഇല്ല പല അനുഭവങ്ങൾ, പലവരുടെ അനുഭവം നമ്മൾ കണ്ട്, അപ്പോൾ ആരെങ്കിലും കുറ്റം പറഞ്ഞ്, ഇല്ല വീട്ടിലെ ബുദ്ധിമുട്ട്, കടബാധ്യത, അപമാനപ്പെടുത്തി. അപ്പോൾ ഇങ്ങനെ മുറിവുകൾ നമ്മളെ വിശ്വാസത്തെ കുറയ്ക്കും. ഭാര്യ ഭർത്താവ് തമ്മിലുള്ള പ്രശ്നം, ഇതൊക്കെ മുറിവായിട്ട് സൂക്ഷിക്കും. എൻ്റെ ജീവിതത്തിൽ മുറിവ് അത് വിദ്വേഷമായിട്ട് മാറും, സങ്കടമായിട്ട് മാറും, പേടിയായിട്ട് മാറും. ഇതിങ്ങനെ കിടക്കുക. ഇതെല്ലാം വിശ്വാസത്തിനെതിരാണ്. വിശ്വാസം അവിടെ ഒന്ന് സ്റ്റക്കായി പോകും. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇത് പറയണത്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് മുറിവ് ഇരിക്കുക. അപ്പോൾ നിങ്ങൾക്കത് ഹൃദയത്തിലേക്ക് എത്തുന്നില്ല. അതുകൊണ്ടാണ് റോമ 10:9 പറയുന്നത്, യേശു കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റുപറഞ്ഞ് നീ ഹൃദയത്തിൽ വിശ്വസിക്കണം. എന്ത്? ദൈവം മരിച്ചവരിലിരുന്ന് അവനെ ഉയർപ്പിച്ചെന്ന് വിശ്വസിക്കണം. അപ്പോൾ ഹൃദയത്തിലാണ് വിശ്വസിക്കേണ്ടത്. എവിടെ വെച്ചെത്തി? അതരത്തിൽ പറഞ്ഞ് അതെവിടെ വന്നം? ഹൃദയത്തിലാണ് നീ വിശ്വസിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യേശു കർത്താവാണെന്ന് വിശ്വസിക്കുന്ന എന്താ? കർത്താവ് എന്താ? യേശുവെ വിശ്വസിക്കേണ്ടത്. കർത്താവാണെന്ന് വിശ്വസിക്കണമെന്ന് വെച്ചാൽ എന്താ? അച്ഛൻ എപ്പോഴും പറയുന്ന പോലെ എങ്ങനെയാണ് കർത്താവാണെന്ന് വിശ്വസിക്കുന്നത്? മരണത്തെ കീഴടക്കിയവനാണ് കർത്താവ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പലതും മരണാവസ്ഥയിലുള്ളതെല്ലാം അതിനെല്ലാം കീഴടക്കിയവനാണ് കർത്താവ്. ആ ഒരു വിശ്വാസം വേണം. എൻ്റെ ജീവിതത്തിൽ ഭാര്യ ഭർത്താവ് ബന്ധം മരണത്തിൻ്റെ നിലയിൽ കിടക്കുകയാണ്, മരിച്ച നിലയിലാണ്. എൻ്റെ ആരോഗ്യം മരിച്ച നിലയിലാണ്. എൻ്റെ കുടുംബത്തിൻ്റെ സ്നേഹം മരിച്ച നിലയാണ്. സാമ്പത്തിക ഭദ്രത മരിച്ച നിലയിലാണ്. മരണത്തെ കീഴടക്കിയവനാണ് എൻ്റെ ദൈവം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ കർത്താവ് യേശു ആരാണ്? എൻ്റെ യേശുവിനെ കൊണ്ട് മരണത്തെ കീഴടക്കാൻ സാധിച്ചവനാണ്, സാധ്യമുള്ളവനാണ്, അവ സാധിച്ചതാണ് എന്നുള്ളൊരു വിശ്വാസമാണ്. പ്രൈസ് ദി ലോർഡ്. അവർ രക്ഷ പ്രാപിക്കുമെന്നാണ് പറഞ്ഞിരിക്കണം. അപ്പോൾ ഇവിടെ എന്താ ഇങ്ങനെ പറഞ്ഞ് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കാത്ത ഈ മുറിവുള്ളത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ മുറിവ് അത് സാത്താൻ അവിടെ വിജയിച്ചിരിക്കുകയാണ്. നമ്മ പരാജയത്തിലും ഇരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവം നമുക്ക് വലിയ ആയുധങ്ങൾ തന്നിട്ടുണ്ട്. ആയുധം ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ, നിങ്ങൾ റൂട്ടിൽ കൂടി പോവുകയാണ്, നിങ്ങളുടെ കയ്യിൽ ഒരു AK-47 ഉണ്ട്, ടോക്ക് തന്നിട്ടുണ്ട്, ഗണ്ണുണ്ട്. അപ്പോൾ ഒരു ചെറിയ ബ്ലേഡ് വെച്ചിട്ട് ഒരുത്തം വന്നിട്ട് നിങ്ങളെ പേടിപ്പിച്ച് കഴിഞ്ഞാൽ വിജയിക്കാൻ സാധ്യത ആയിരിക്കുക?
ആരാ വിജയിക്കുക? ബ്ലേഡ് വെച്ചവനാണ് വിജയിക്കുന്നത്. ആരാ വിജയിക്കുക? AK-47 ഗണ്ണുള്ളവരല്ലേ വിജയിക്കുകയുള്ളൂ. പക്ഷേ ആ ബ്ലേഡ് വെച്ചവനാണ് ഇവിടെ വിജയിച്ചുകൊണ്ടിരിക്കുന്നത്. സാത്താൻ്റെ കളി ബ്ലേഡ് മാത്രമേ ഉള്ളൂ. നമ്മളെ കയ്യിൽ ദൈവം AK-47 തന്നിട്ട് പിന്നെയും സാത്താനാ വിജയിക്കുന്നത്, നമ്മ തോക്കുന്നത്. അതിൻ്റെ കാരണം എന്താ? നമുക്കത് ഉപയോഗിക്കാൻ അറിയില്ല. ഇത് വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ ഇതൊക്കെ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും വരച്ചും നോക്കിക്കൊണ്ടിരിക്കുക. അതുപോലെ വലിയ ആയുധം, AK-47 പവർഫുൾ ആയുധം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. വിശ്വസിക്കാം. വിശ്വാസത്തിനെ തടസ്സപ്പെടുത്തുന്നത് പിശാചാണ്. അത് നമുക്ക് ഉപയോഗിക്കാൻ അറിയാത്തത് കൊണ്ടാണ് നമുക്ക് പരാജയം സംഭവിക്കുന്നത് പലപ്പോഴും. പ്രൈസ് ദി ലോർഡ്. കരച്ചിലും ബഹളവും പെരുവിറുപ്പ് ഇതെല്ലാം പരാജയമാണ് നമ്മുടെ ജീവിതത്തിൽ. അതിൻ്റെ കാരണം നമുക്ക് ഏറ്റവും വലിയ ആയുധം ദൈവം തന്നിരിക്കുന്നത് എന്തൊക്കെ ആയുധം? കുർബാന. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ കുർബാന തന്നിട്ടുണ്ട്. രണ്ടാമത്തെ എന്താണ്? ബൈബിള് തന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. മൂന്നാമത്തെ എന്താണ്? ജപമാല തന്നിട്ടുണ്ട്. പിന്നെ കൂദാശ കുമ്പസാരം തന്നിട്ടുണ്ട്. ഇതൊന്നും നമുക്ക് പ്രയോജനപ്പെടുത്താൻ അറിയില്ല. ഇതിങ്ങനെ നമ്മൾ തോക്കും വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മരിച്ചും നോക്കുന്ന പോലെ ഇത് ഒരു ബോധ്യത്തോടെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നില്ല. ആദ്യം ദൈവമക്കൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, സാത്താൻ കൊണ്ടുവന്നിട്ട് ഹൃദയത്തിൽ മുറിവാക്കുന്ന എന്താ? സാത്താൻ്റെ പിടിയിൽ പിടിച്ചു വെക്കാനാ. നിങ്ങൾ അനുതപിക്കുക. പ്രൈസ് ദി ലോർഡ്. ക്രിസ്ത്യാനികളാണെങ്കിൽ അനുദപിച്ച് കുമ്പസാരിക്കണം, മറ്റുള്ളവരാണെങ്കിൽ അനുദപിച്ചുകൊണ്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. വിജാതീയരാണെങ്കിൽ അനുദപിക്കണം. അതൊരു ആയുധമാണ്. ഹല്ലേലൂയ. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് അറിയാൻ പറ്റും വാഗ്ദാനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറുന്നത് കാണാൻ പറ്റും. അത് നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യാറില്ല. ഈ കുമ്പസാരിക്കുന്നത് പോലും അനുദപിക്കുന്നത് പോലും വെറുതെ എപ്പോൾ അനുദപിച്ച് നിങ്ങൊന്ന് ആലോചിച്ച് നോക്കിയേ. എപ്പോഴാണ് ഞാൻ അനുദപിച്ചത്? അനുദപിച്ചിട്ട് 1 മിനിറ്റ് കഴിഞ്ഞ് അത് മറന്നുപോകും. പത്രോസ് അനുദപിച്ചത് എങ്ങനെയാണ്? അവൻ ഈശോനെ തള്ളിപ്പറഞ്ഞപ്പോൾ, ഈശോനെ തള്ളിപ്പറഞ്ഞപ്പോൾ ജീവിതകാലം മൊത്തം അതിനെക്കുറിച്ച് ചിന്തിച്ച് അനുദപിച്ചുകൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ അത് നമുക്ക് ഒരു അനുതാപം ഉണ്ടാകണം. കാണുമ്പോൾ അത് ഞാൻ ദൈവത്തിനെതിരെ തെറ്റ് ചെയ്തു പോയി ഈശോയെ. നമുക്ക് എന്താ കുഴപ്പമെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരുത്തന് ഇല്ല ഭാര്യയ്ക്ക് ഭർത്താവിന് ഭാര്യയോട് എന്തെങ്കിലും കുറ്റം പറഞ്ഞില്ല, ചീത്ത വാക്ക് സംസാരിച്ച് മോശം പറഞ്ഞെങ്കിൽ നമുക്കൊക്കെ തോന്നലെന്താണെന്ന് അവളോടല്ലേ ചെയ്തതില്ല, അവനോടല്ലേ ചെയ്തില്ല. ഞാൻ ദൈവത്തിനെതിരെയാണ് തെറ്റ് ചെയ്തു പോയത്. ദൈവമാണ് എനിക്ക് കൽപ്പന നൽകിയിരിക്കുന്നത്, നീ വിധിക്കരുത്, അതുപോലെ കുറ്റം ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അനുദപിക്കുമ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ പറയണം, ദൈവമേ എൻ്റെ കൃപയിൽ നിറയ്ക്കണേ, ഞാൻ ബലഹീനതയുള്ളവനാണ്, എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല, എത്ര ശ്രമിച്ചിട്ടും എന്നെക്കൊണ്ട് സാധിക്കില്ല. നിൻ്റെ ശക്തി ഇറങ്ങി വരാതെ, നിൻ്റെ കൃപയിൽ ഞാൻ നിറയാതെ എനിക്ക് നീ ആഗ്രഹിക്കുന്ന ജീവിതം ജീവിക്കാൻ സാധിക്കില്ല ദൈവമേ. ഞാൻ ശ്രമിക്കാം, പക്ഷേ എന്നെക്കൊണ്ട് സാധിക്കില്ല ദൈവമേ. അപ്പോൾ അങ്ങനെ പറഞ്ഞ് നിങ്ങൾ ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. അതുപോലെ ജപമാല ചൊല്ലുമ്പോഴും, ജപമാല ചൊല്ലുന്നത് തുടങ്ങുന്നത് അവസാനവും ആർക്കും അറിയില്ല. നമ്മൾ ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ സൈക്കിളില്ലേ, സൈക്കിള് സ്റ്റാൻഡ് ഇട്ടിട്ട് നിങ്ങൾ ഒരു 10 മണിക്കൂർ ചവിട്ടിക്കോ. തിരുവനന്തപുരം പോയാണെന്ന് വിചാരിച്ച് ഇവിടെ കൊച്ചിയിരുന്ന് സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാൻഡ് ഇട്ടിട്ടാണ് ചവിട്ടണമെങ്കിൽ എത്തുക 10 മണിക്കൂർ ഇരുന്ന് ഇങ്ങനെ ചവിട്ടുക, കണ്ണും പൂട്ടി ഇങ്ങനെ ചവിട്ടിക്കൊണ്ടിരിക്കുക. എവിടെ എത്തും? എവിടെ സ്റ്റാർട്ട് ചെയ്തോ അവിടെ തന്നെ നിൽക്കേണ്ടാവും. പ്രൈസ് ദി ലോർഡ്. സ്റ്റാൻഡ് കളയണം. നമുക്ക് എല്ലാം ഉള്ള കുഴപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും എന്നാൽ അയാൾ സൈക്കിൾ ഓടിച്ച് പക്ഷെ എത്തിയില്ല. നിങ്ങൾ ജപമാല ചൊല്ലി പക്ഷെ എന്തെങ്കിലും പ്രയോജനം കിട്ടിയില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകണ്ട. ബോധ്യത്തോടെ കണ്ണ് തുറന്ന് നമ്മൾ എവിടെ എത്തി, ഏത് ഭാഗത്താണ് പോകുന്നത്. അപ്പോൾ ജപമാല ചൊല്ലുമ്പോഴും അത് ഭക്തിയോടെ, മാതാവ് കൂടെ ഉള്ള അനുഭവത്തോടെ നമ്മൾ ചൊല്ലണം. ഇതാണ് നമുക്കിത് പ്രയോജനപ്പെടുത്താൻ അറിയില്ല. പ്രൈസ് ദി ലോർഡ്. ഓരോ രഹസ്യങ്ങളും ധ്യാനിക്കണം കണ്ണും പൂട്ടി. ദൈവത്തിന് സമയപരിധിയില്ല. ഈ ഓരോ മൊത്തം ബൈബിൾ ഈ പുതിയ നിയമം മൊത്തം ഇതിൻ്റെ അകത്ത്, ജപമാലയ്ക്കകത്തുണ്ട്.
അപ്പോൾ നിങ്ങൾ കണ്ണും പൂട്ടി അത് ധ്യാനിക്കണം. പ്രൈസ് ലോർഡ്. കണ്ണും പൂട്ടി ധ്യാനിക്കുമ്പോൾ അമ്മ അടുത്ത് വന്നിരിക്കും. ഇത് ഞാൻ വെറുതെ പറഞ്ഞതില്ല. ആ ചൂട് മനസ്സിലാവും. അമ്മ ശ്വാസത്തിൻ്റെ കാറ്റ് നമ്മളെ മുകളിൽ അടിക്കും. പ്രൈസ് ലോർഡ്. അത് ഉണ്ടാകണം. ആ ഒരു അനുഭവം വേണം. അത് എവിടെയാണെങ്കിലും നാണിക്കും. ചിലവരൊക്കെ നിങ്ങൾ ട്രെയിനിൽ പോകുമ്പോഴും ബസ്സിൽ പോകുമ്പോഴും ജപമാല പുറത്തിട്ട് ഇങ്ങനെ ചിലർ ചൊല്ലും, ഇങ്ങനെ ഒളിച്ചു വെച്ച് ചൊല്ലും. പ്രൈസ് ലോർഡ്. ഞാൻ അച്ഛനെ കണ്ടിട്ടുണ്ട്. അത് കണ്ട് ഞാനും പഠിച്ച്. ഏത് തിരക്കിലാണെങ്കിലും ഏത് കൂട്ടത്തിലാണെങ്കിലും ഇങ്ങനെ ജപമാല എടുത്ത് ഞങ്ങൾ അവിടെ ഇംഗ്ലണ്ടിൽ പോയപ്പോൾ ഒക്കെ ആ മ്യൂസിയം കാണാൻ പോയപ്പോൾ ഒക്കെ ആ പുറത്ത് പോകുമ്പോൾ എല്ലാം ജപമാല കയ്യിലുണ്ടാകും. അച്ഛൻ്റെ കയ്യിലുണ്ടാകും, എൻ്റെ കയ്യിലും ഉണ്ടാകും. ഇതിലോ ആൾക്കാരിത് കാണണം, അവർക്ക് തോന്നണം. എൻ്റെ പള്ളിയിൽ എല്ലാവരും ഞാൻ പറയണ അതാ ദൈവമഹത്വം. നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് ദൈവത്തിന് മഹത്വം ഉണ്ടാകണം. മറ്റുള്ളവർ ദൈവത്തെ അറിയുന്നതാണ് ദൈവത്തിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്. ഞാൻ എൻ്റെ പള്ളിയിൽ പോകുമ്പോഴത്തേക്കും ഞാൻ നോക്കുമ്പോൾ തമിഴ്നാട്ടിലൊക്കെ ഇത്രയും മാത്രമേ ആ കുർബാനയ്ക്ക് സ്വർഗസ്ഥനായ പിതാവേ എന്ന് പറഞ്ഞ് ചൊല്ലുമ്പോഴത്തേക്ക് ഇത്രയും കൈവെക്കും. ചിലവർ ഇങ്ങനെയൊക്കെ കൈവയ്ക്കും. ഞാൻ ഏറ്റവും മുമ്പിൽ പോയി നിന്നിട്ട് ഞാനും എൻ്റെ മോനും എൻ്റെ മക്കളൊക്കെ കൂടി ഞാൻ ഇങ്ങനെ കൈവയ്ക്കും. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ കൈവച്ച് അത് മുട്ടിപ്പേ നിന്നും എണിച്ച് നിന്നും ഒക്കെ ഇങ്ങനെ ചെയ്യലും. പിന്നെ അവസാനം കുർബാന അവസാനിക്കുമ്പോൾ പാടില്ലേ, അപ്പോഴും ഞങ്ങൾ കൈവിരിച്ച് ഇങ്ങനെ ഇരിക്കും. ഇപ്പം ഞാൻ നോക്കുമ്പോഴത്തേക്കും ഒരു പകുതി ജനങ്ങളും കൈവെക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് നിങ്ങൾ അതേപോലെ ഞാൻ കുർബാന കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്കും ആ റോട്ടിൽ നിന്ന് അവിടെ ഒരു ഗ്രോട്ടോ ഉണ്ട്. ഞങ്ങളെ മെയിൻ ജംഗ്ഷനാണ്. അവിടെ ഒരു ട്രിനിറ്റി പള്ളിയുണ്ട് കോയമ്പത്തൂർ. ആ ജംഗ്ഷനിൽ നിന്നിട്ട് ഞാൻ കയ്യും പൊക്കി വിശ്വാസം, അത് ആരെയും കാണിക്കാൻ വേണ്ടിയിട്ടില്ല. ഞാൻ പ്രാർത്ഥിക്കുന്ന ആ ഏരിയയിൽ മൊത്തം ആ ജംഗ്ഷനിൽ മിക്കവാറും ദിവസവും ഒരു 2 ആക്സിഡൻറ്റ് ഉണ്ടാകും. ആരെങ്കിലുമൊക്കെ മരിക്കും, ഇല്ല സീരിയസ് ആയിരിക്കും. പ്രൈസ് ദി ലോർഡ്. അത് 5 വിശ്വാസപ്രമാണം ചൊല്ലി അവിടെ ഞാൻ പ്രാർത്ഥിക്കുന്ന ഈ ജംഗ്ഷനിൽ ആഗ്രഹം എന്താ, ഇവിടെ ഈശോയെ ഇവിടെ സംരക്ഷണം നൽകണേ, ഇവിടെ ആക്സിഡൻ്റ് ആകരുതെന്ന് പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിക്കുന്നത്. അതിൻ്റെ കൂടെ ദൈവത്തിൻ്റെ മഹത്വം ആയിക്കോട്ടെ. പ്രൈസ് ദി ലോർഡ്. എല്ലാത്തിലും ദൈവത്തിൻ്റെ മഹത്വമാണ്. ഇപ്പോൾ ആക്സിഡൻറ്റ് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടില്ല. പണ്ട് ഇതുപോലെ ആക്സിഡൻറ്റ്സ് ആയിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മളെ കൊണ്ട് ഇതൊക്കെയാണ് ദൈവത്തിന് പ്രയോജനം. ഉടമ്പടി എടുക്കുന്ന മക്കൾ ഇതൊക്കെ ശ്രദ്ധിക്കണം. എങ്ങനെ ദൈവത്തിന് നമുക്ക് മഹത്വം കൊടുക്കാം. അപ്പോൾ ഞാൻ ജപമാലയെക്കുറിച്ച് പറഞ്ഞു. ജപമാല ചൊല്ലുമ്പോൾ നിങ്ങൾ ഒരേ രഹസ്യവും കണ്ണും പൂട്ടി അമ്മ മാതാവ് ഗബ്രിയേൽ മാലാഖ പ്രത്യക്ഷപ്പെട്ടപ്പോൾ നിങ്ങളും അതിൻ്റെ അടുത്തിരിക്കുകയാണ്. അമ്മയുടെ സൈഡിൽ നിങ്ങളിരിക്കുക. അതെല്ലാം നിങ്ങളെ മനസ്സിൽ കാണണം. അതാണ് ധ്യാനിക്കുക എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ കാൽവരിയിൽ കുരിശിൽ കിടക്കുമ്പോൾ കുരിശിൻ്റെ അടിയിൽ നിങ്ങൾ നിൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അത് നിങ്ങൾക്ക് കാണാം. ആ ചൂട് അനുഭവപ്പെടണം. ആ സമയത്ത് തണുപ്പ്, അവിടെ ഇസ്രായേലിലത്തെ തണുപ്പ് കാറ്റൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെടും. അങ്ങനെ നിങ്ങൾ ഒരു ജപമാല ചൊല്ലാൻ ചിലപ്പോൾ സമയമെടുക്കും. ചിലപ്പോൾ 2 മണിക്കൂറൊക്കെ എടുക്കും. ചിലപ്പോൾ അരമണിക്കൂർ നിന്ന് പോയി ചിലപ്പോൾ ഒരു 10 മണിയെ ചൊല്ലാൻ സാധിക്കും. അത് ഓർത്ത് വെച്ചത് വിട്ടിട്ട് പിന്നെ നിങ്ങൾക്ക് എപ്പോൾ സമയം കിട്ടുമോ അവിടെ വെച്ച് തുടങ്ങാം. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞാൽ മനസ്സിലായേ? സ്വർഗസ്ഥനായ പിതാവേ എന്ന് പറയുമ്പോഴത്തേക്കും സ്വർഗസ്ഥനായ പിതാവേ നിങ്ങൾ എപ്പോൾ പറഞ്ഞില്ലെന്ന് നിങ്ങൾക്ക് ബോധ്യമില്ല. സ്വർഗസ്ഥനായ പിതാവേ എന്ന് പറയുമ്പോൾ കണ്ണ് നിറയണം. എൻ്റെ അച്ഛാ, എൻ്റെ അപ്പാ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ, എനിക്ക് നീയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ സ്വർഗസ്ഥനായ പിതാവ് പറയുമ്പോൾ തന്നെ ഒരു 2 മിനിറ്റൊക്കെ എടുക്കും ചിലപ്പോൾ. അങ്ങനെ കണ്ണ് നിറഞ്ഞ് ഇതെന്താണെന്ന് വെച്ചാൽ ഇന്ന് എത്ര ജപമാല ചൊല്ലി? 4 ചൊല്ലി. ഓ തൃപ്തിയായി. 1 ചൊല്ലി മതി, ഇന്നത്തെ കടമ തീർന്ന്. അങ്ങനെ ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ആയുധം ഉപയോഗിക്കാൻ അറിയില്ല. ആയുധം കയ്യിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ അതെടുത്ത് ഉപയോഗിക്കാൻ അറിയില്ല. സാത്താൻ നിങ്ങളെ ബ്ലേഡ് വെച്ചിട്ട് പേടിപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. ഒരു ചെറിയ അതും മൂർച്ചയില്ലാത്ത ബ്ലേഡ് അവൻ്റെ കയ്യിലുള്ളൂ. അവൻ പരാജയപ്പെട്ടവനാണ്. ഈശോ കുരിശിൽ അവരെ പരാജയപ്പെടുത്തിയതാണ്. അവൻ്റെ കയ്യിൽ മൂർച്ചയുള്ള ബ്ലേഡ് പോലും ഇല്ല. അതിനെ കണ്ടിട്ട് നിങ്ങൾ പേടിച്ച് നിങ്ങൾ വീണിരിക്കുക. അവൻ്റെ അടിമയായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇത്രയും നല്ല ആയുധം ദൈവം തന്നിരിക്കുക. അതുപോലെ ബൈബിൾ വായിക്കുന്നത് എങ്ങനെയാണ് വായിക്കേണ്ടത്? അത് ഞാൻ ദുബായ്
എയർപോർട്ടിലുണ്ടായപ്പോൾ എയർപോർട്ടിൽ ഞങ്ങളെല്ലാം കൂടി ദുബായി പോയി. ഞാൻ, വൈഫ്, പിള്ളേരൊക്കെ. ദുബായ് എയർപോർട്ട് എന്ന് പറഞ്ഞാൽ കിലോമീറ്റർ നടക്കണം, ഒരു 2 കിലോമീറ്ററൊക്കെ നടക്കണം ഒരു ഗേറ്റിലിരുന്ന് ഇന്നൊരു ഗേറ്റ്. അപ്പോൾ ഫ്ലൈറ്റ് ബോർഡിങ് കയറാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു ബോർഡിങ് ഒരു ഗേറ്റ് നമ്പർ പറഞ്ഞ്, പിന്നെ അത് കഴിഞ്ഞാൽ ഗേറ്റ് നമ്പർ മാറിപ്പോയി. പ്രൈസ് ദി ലോർഡ്. ഗേറ്റ് നമ്പർ മാറി. പെട്ടെന്ന് 10 മിനിറ്റേ ഉള്ളൂ. ഞാൻ നോക്കുമ്പോൾ എൻ്റെ മോന് നല്ല പനി. അവനിക്ക് പനി എടുത്തിട്ട് അവൻ ഒരു പ്രാവശ്യം ഛർദ്ദിക്കുകയും ചെയ്തു. അവനിക്ക് എണീക്കാൻ സാധിക്കില്ല. അവിടെ ഇനി എങ്ങനെ കൊണ്ടുപോകും, വണ്ടി വിളിക്കാമെന്ന് എനിക്കറിയില്ല.